ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ആഴ്ച ശരണ്യ എവിക്റ്റായി ഒന്നെങ്കിൽ ശ്രീരേഖ അല്ലെങ്കിൽ ശരണ്യ, അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവർ തമ്മിൽ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീരേഖ ആയിരിക്കും ശനിയാഴ്ച പോകുന്നത്. പിന്നെ പിറ്റേ ദിവസം ചിലപ്പോൾ ശരണ്യ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഞാനും ഒക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്താണെങ്കിലും ആദ്യം ശരണ്യ എവിക്റ്റായി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വളരെ നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു ശരണ്യ. പക്ഷേ ഇതൊരു അൺഫെയർ എവിക്ഷൻ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ പവർ റൂമിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന വ്യക്തി തന്നെയാണ്. അതുപോലെ പ്രതികരിക്കേണ്ട സ്ഥലത്തൊക്കെ പ്രതികരിക്കുകയും എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു. പക്ഷേ സ്വന്തമായൊരു ഗെയിം ഇല്ലാതെ പോയതായിരിക്കാം ചിലപ്പോൾ ശരണ്യയുടെ ഈ ഒരു എവിക്ഷന് കാരണം. നെഗറ്റീവായാലും പോസിറ്റീവായാലും അവിടെയുള്ള ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ളൊരു ഗെയിമുണ്ട് അല്ലേ? അത് നമ്മൾ കാണുന്നവർക്ക്, സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും അറിയാം. ഓരോരുത്തർക്കും കൃത്യമായ ഗെയിമും പ്ലാനും സ്ട്രാറ്റജിയും ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ ശരണ്യയ്ക്ക് അങ്ങനെ ഇല്ലാതെ പോയതാവാം ഇത്രയും പെട്ടെന്ന് തന്നെ എവിക്റ്റായി പോകാൻ കാരണം. ഇത്രയും പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ 50 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ആഴ്ച ശരണ്യ മാത്രമേ എവിക്റ്റ് ആവുന്നുള്ളൂ, അതോ അടുത്ത ദിവസം ഇനി ശ്രീരേഖ കൂടി പുറത്തു പോകുമോ, ഡബിൾ എവിക്ഷൻ ഉണ്ടാവുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.